ഹലോ ഗീസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജാപ്പനീസ് സീരീസ് സുക്കിമിച്ചി മൂളനെ പഠിച്ച് സീസൺ 2 എപ്പിസോഡ് 3 ആണ്. ഇപ്പോൾ ഇടുന്ന വീഡിയോസിനൊക്കെ വ്യൂ നല്ല രീതിക്ക് കുറവാണ്. അതുകൊണ്ട് മാക്സിമം ഒരു ലൈക്ക് അടിക്കുക, എങ്കിലേ കൂടുതൽ പേർക്ക് വീഡിയോ റെക്കമെൻഡ് ആകത്തുള്ളൂ. അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ ഒരു ടാർഗറ്റ് വെക്കുവാണ്, ഒരു 50 ലൈക്ക്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പറഞ്ഞ സമയങ്ങളെ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് ഹീറോ മനുഷ്യരെ പറ്റി പഠിക്കാൻ വേണ്ടി അക്കാഡമിയിലോട്ട് പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അവർക്ക് നല്ല രീതിക്ക് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഹീറോ. എന്നാൽ ക്യൂൻ വന്നവനിടയ്ക്ക് പറയുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഫ്രോസസിലെ ഡീമൺസിനെ തിരിച്ചു പിടിക്കാൻ പോവാണ് എന്ന് അവൾ പറയുന്നു. അവരുടെ രാജ്യത്തെ ഹീറോനെ പോയി കാണണം എന്ന് അവൻ പറയുന്നു. ആ ഒരു ഹീറോ പെണ്ണാന്നാ ഞാൻ കേട്ടെ, അവളെ കാണുമ്പോൾ നീ ഞങ്ങളെല്ലാം മറക്കുക എന്ന് അവളെ ചോദിക്കുന്നു. എനിക്ക് നിങ്ങൾ തന്നെ മതി എന്ന് അവൻ പറയുന്നു. പിന്നെ കളിക്കുന്ന ഹിബിക്കിനെയാണ്. ഹിബിക്കും അവളുടെ ടീമും ആ ഡീമൺസിന്റെ ഫോർട്രസ് പിടിച്ചെടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ആ റിട്ടോണിലെ ഹീറോ ഇവിടെ കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഡീമൺസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതിന് നബർ നല്ല ഹാപ്പിയാണ്. ആ ഹീറോ എന്റെ വേളിയിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ കേട്ടെ. ചിലപ്പോൾ അവനും എന്റെ അതേ വയസ്സ് തന്നെ ആയിരിക്കും, എന്തായാലും കാണുമ്പോൾ അറിയാം എന്ന് അവൾ പറയുന്നു. പിന്നെ കളിക്കുന്ന ഹിബിക്ക് ക്യൂനെ പോയി കാണുന്നതാണ്. നിങ്ങളെ കണ്ട് സന്തോഷം എന്ന് ലില്ലി പറയുന്നു. അപ്പൊ ഇവനാണല്ലേ ഹീറോ എന്ന് ഹിബിക്ക് അവൻ ആദ്യമായിട്ട് കാണുന്നു. പിന്നെ കളിക്കുന്നവരെല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ പ്ലാൻ, ഇതുപോലെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് ലില്ലി പറയുന്നു. രണ്ട് കൺട്രി അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ആകത്തോണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കുന്നത് എന്ന് ഹിബിക്ക് ചിന്തിക്കുന്നു. നമ്മുടെ ഇപ്പൊ നല്ല രീതിക്ക് ആർമിയുണ്ട്, അതുപോലെ നമ്മുടെ ഇവിടെ ഗോഡ്സിന്റെ ബ്ലെസ്സിങ്ങും ഉണ്ട്. ഉറപ്പായിട്ട് നമ്മൾ തന്നെ ജയിക്കത്തുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട എന്ന് ലില്ലി ചോദിക്കുന്നു. അല്ല നമ്മളെന്തിനാ ഈ നൈറ്റ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് ഹിബിക്ക് ചോദിക്കുന്നു. ഞങ്ങൾ കൂടുതലും രാത്രിയാണ് യുദ്ധം ചെയ്യാറ് എന്ന് പറഞ്ഞാൽ അവനത് മാനേജ് ചെയ്യുന്നു. എന്നാൽ ശരിക്കുള്ള റീസൺ മറ്റൊന്നാണ്, എനിക്ക് നൈറ്റ് മാത്രമേ ചത്താലും തിരിച്ചു വരാൻ പറ്റൂ, നൈറ്റ് മാത്രമേ എനിക്ക് ഇമോർട്ടാലിറ്റി വർക്കാവൂ എന്ന് അവൻ ആലോചിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് നൈറ്റ് ഫൈറ്റ് ചെയ്ത് ശീലമില്ല എന്ന് ഹിബിക്ക് പറയുന്നു. എങ്ങനെയാണെങ്കിലും നമുക്ക് ഗോഡ്സിന്റെ ബ്ലെസ്സിങ് കിട്ടും, അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല, ഈ ഫൈറ്റ് നമ്മൾ തന്നെ അയക്കാൻ പോണേ എന്ന് അവൻ പറയുന്നു. അല്ല ഞാൻ എന്റെ പഴയ വേൾഡിൽ നിന്നെപ്പോലത്തെ ഒരു മോഡലിനെ കണ്ടിട്ടുണ്ട്, അത് നീയാണോ എന്ന് ഹിബിക്ക് ചോദിക്കുന്നു. ആ തൂക്കി അത് ഞാനല്ല, അത് വേറെ ആള് എന്ന് പറയാൻ മാനേജ് ചെയ്യുന്നു. ഇതിനെന്തിനാ നീ ഇത്ര ടെൻഷൻ ആവുന്നേ എന്ന് ഹിബിക്ക് ചോദിക്കുന്നു. എനിക്കെന്ത് ടെൻഷൻ, എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, ഞാൻ മര്യാദക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്ന് അവൻ പറയുന്നു. ആരുടെ ഇവൻ, ഇതെന്ത് മര്യാദ, ഇതിപ്പോ എന്റെ കിളി പോയതാണോ ഇവന്റെ കിളി പോയതാണോ എന്ന് അവൾ ആലോചിക്കുന്നു. നീ എന്തിനാ വെറുതെ പിള്ളേരെ പോലെ എന്റെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കുന്നത്, എന്നോട് നീ നോർമലായിട്ട് സംസാരിച്ചാൽ മതി, നമ്മൾ ഒരേ വേൾഡിൽ വന്നവരാ എന്ന് പറയാൻ ചൂടാവുന്നു. ഇവൻ പിള്ളേരെക്കാട്ടി കഷ്ടമാണല്ലോ എന്ന് ഹിബിക്ക് ആലോചിക്കുന്നു. അല്ല ജപ്പാനിൽ നിന്റെ വീട് എവിടാ എന്ന് ഹിബിക്ക് ചോദിക്കുന്നു. നിന്നോട് ഞാൻ പറഞ്ഞു വെറുതെ ചോദിച്ചോണ്ടിരിക്കില്ലെന്ന് എന്ന് അവൻ പറയുന്നു. ഇവൻ ആരടാ, ഇവനോട് ചോദിക്കുന്നേക്കാളും അത് മിണ്ടായിരിക്കുന്നയാ എന്ന് ഹിബിക്ക് ആലോചിക്കുന്നു. നൈറ്റ് ഉറങ്ങാതെ ഹിബിക്ക് എന്തോ ആലോചന പുറത്തിരിക്കുവാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്പർ വരുന്നു. നീ എന്തേടോ ഒറ്റയ്ക്കിരിക്കുന്നത്, നിനക്ക് ഉറക്കൊന്നുമില്ലേ? ആ ഇവിടെ വെറുതെ ഇരിക്കുവായിരുന്നു എന്ന് ഹിബിക്ക് പറയുന്നു. ഞാനിത് നിന്നോട് മുമ്പ് ചോദിച്ചിട്ടില്ല, നീ എന്തിനാ അതിന്റെ പഴയ വേൾഡ് വിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് നമ്പർ ചോദിക്കുന്നു. ഞാൻ ഒരു റിച്ച് ഫാമിലിയിലാണ് ജനിച്ചത്, അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച എല്ലാം എനിക്ക് കിട്ടുമായിരുന്നു. ഇത് നീ കേൾക്കുമ്പോൾ പണക്കാരൻ വീട്ടിലെ പെണ്ണ് ഓവറായിട്ട് പോയിച്ച് വഷളാക്കിയാൻ തോന്നും. എന്നാൽ എന്റെ ലൈഫ് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കണം എന്ന് എന്റെ ആഗ്രഹം. അതുപോലെ എന്റെ വേൾഡ് ഇതുപോലെ തന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലായിരുന്നു. നാളെ നമുക്കൊരു വാറുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോ പോയി റെസ്റ്റ് എടുക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ഹിബിക്ക് പറയുന്നു. അതെ അതന്നെ എനിക്കും തോന്നുന്നത് എന്ന് നബറും പറയുന്നു. നബറും ഹിബിക്കും എത്രമാത്രം അടുത്തത് നമ്മളെ കാണിക്കുന്നു. ആ ഹീറോയുടെ പ്ലാൻ അനുസരിച്ച് നൈറ്റ് തന്നെ ഡീമൺസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഗോഡ്സിന്റെ ബ്ലെസ്സിംഗ് നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നമ്മളെ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെയുള്ള സോൾജേഴ്സിനൊക്കെ ചീറപ്പ് ചെയ്യുന്നു. പിന്നെ കാണിക്കുന്ന ഡീമൺസിന്റെ സ്ഥലമാണ്. ജനറൽ റോന അവരെല്ലാവരും വന്നിട്ടുണ്ട് എന്നൊരാളൊന്നും പറയുന്നു. രണ്ട് ഹീറോസ് ഒരുമിച്ച് തന്നെ വന്നല്ലേ, പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കുക എന്നാ റോണ എന്ന ഡീമൻ പറയുന്നു. ഹിബിക്കിന്റെ ടീമിനുള്ളവൻ എന്തോ ഡൗട്ട് തോന്നുന്നു. എന്താണെന്നാൽ ഡീമൺസ് ഒന്നും അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് വന്നിട്ടില്ല, സെക്യൂരിറ്റിക്ക് വേണ്ടി കുറച്ച് ഡീമൺസ് ഒക്കെ പുറത്ത് കാണേണ്ടതാണ് എന്ന് അവൻ ചിന്തിക്കുന്നു. നമ്മൾ ഡീമൺസിന്റെ അടുത്ത് എത്താറായി, എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ചെയ്യുന്നു എന്ന് ഹിബിക്ക് അവളുടെ ടീമിനോട് പറയുന്നു. പിന്നെ കളിക്കുന്ന സോൾജേഴ്സ് എല്ലാം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ചെയ്യുന്നതാണ്. ജനറൽ റോന അവരെല്ലാം നമ്മുടെ റേഞ്ച് വന്നിട്ടുണ്ട് എന്നൊരു ഡീമൻ വന്ന് പറയുന്നു. എന്നാൽ പെട്ടെന്ന് ആ സ്പെല്ലങ്ങ് ആക്ടിവേറ്റ് ചെയ്തേക്ക് എന്നാ റോണ പറയുന്നു. പെട്ടെന്ന് അവിടെ ഒരു സ്പെല്ല് ആക്ടിവേറ്റ് ആവുന്നു. ഇവിടെ നടക്കുന്നേ ഇതോടെ ട്രാപ്പ് എല്ലാം കെയർഫുൾ ആയിട്ടിരിക്കും എന്ന് ഹിബിക്കോട് പറയുന്നു. ഡീമൺസോട്ട് ഫൈറ്റ് ചെയ്യാൻ വന്നാൽ മൊത്തം ആർമി വലിയ കുഴിക്കാത്തോട് വീഴുന്നു. ഹീറോയുടെ കയ്യിൽ ഗോഡ്സ് കൊടുത്ത ബൂട്ട്സ് ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്ത് അവൻ പറക്കുന്നു. അപ്പൊ ഇവനാണല്ലേ ഹീറോ എന്ന് പറഞ്ഞാൽ ഡീമൻ അവൻ അറ്റാക്ക് ചെയ്യുന്നു. അവൻ അറ്റാക്ക് സോഡ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നു. ഞാൻ വിചാരിച്ച പോലെ അത്ര വീക്കല്ല എന്നാ ഡീമൻ ആലോചിക്കുന്നു. നമ്മൾ അവന്റെ ബൂട്ട്സ് കൊടുത്തോടെ റെപ്ലിക്കേറ്റ് ചെയ്താൽ നമുക്കത് വെച്ച് കുറെ നേരം പറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആൽക്കെമിസ്റ്റ് ബാക്കി രണ്ടുപേരെയും പിടിച്ചോണ്ടിരിക്കുന്നു. യുദ്ധം തുടങ്ങി കഴിഞ്ഞു, ഇതാണ് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട സമയം. ഡ്രാഗനെ സമം ചെയ്യും, നമ്മൾ ആരാണെന്ന് അവരെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ഹീറോ അവന്റെ ക്രൂവും ഡ്രാഗനെ പുറത്തിരുന്ന് തന്നെ അറ്റാക്ക് ചെയ്യുന്നു. നീയൊക്കെ എത്ര ശ്രമിച്ചാലും ഈ യുദ്ധത്തിൽ ജയിക്കാൻ പോണ ഞങ്ങളാ എന്നാ ഡീമൻ പറയുന്നു. എന്നിട്ട് അവൻ ആ ഫ്രോട്ട്ലെസിന്റെ അകത്ത് ലാൻഡ് ആവുന്നു. കാണുന്ന എല്ലാ ഡീമൻസിനെയും ഒന്നേക്ക് എന്ന് പറഞ്ഞാൽ അവൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും അതോട് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരു വലിയ ഡീമൻ അങ്ങോട്ട് വരുന്നു. നീയാണോടാ പുതിയ ഹീറോ എന്നാ ഡീമൻ ചോദിക്കുന്നു. എന്നാ അവൻ പോയി പെട്ടെന്ന് ആ ഡീമൻ അറ്റാക്ക് ചെയ്യുന്നു. എന്നാ ഡീമൻ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. ഓ അത്രക്കാ, എന്നാ ഇതൊന്ന് പിടിച്ചു നോക്ക് എന്ന് പറഞ്ഞ ഹീറോ അവന്റെ സോഡിന്റെ പവർ യൂസ് ചെയ്ത് ആ ഡീമൻ അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്ക് ആ ഡീമൻ ഒരു കൈ പോയി. ഞാൻ മാത്രമല്ല ഇവിടെ വന്ന ഹീറോ എന്ന് ടോമിക്ക് പറയുന്നു. പെട്ടെന്ന് ഹിബിക്ക് വന്ന ഡീമൻ അറ്റാക്ക് ചെയ്യുന്നു. ഞാൻ വരാൻ ലേറ്റ് ആയോ എന്ന് അവള് ചോദിക്കുന്നു. രണ്ട് ഹീറോസും ഒരുമിച്ച് വന്നാൽ നന്നായി എന്നാ ഡീമൻ പറയുന്നു. നീ ആരാണ് എന്ന് ഹിബിക്ക് ചോദിക്കുന്നു. എന്റെ പേരിലോ ഞാനാണ് ടോപ്പ് 3 ഡീമൻ ജനറൽ എന്ന് അവൻ പറയുന്നു. ആ സ്പൈഡറിന്റെ പോലെ ഇവന്റെ റീജനറേറ്റ് ആയല്ലോ എന്ന് ഹിബിക്ക് നോക്കുന്നു. ആ ഡീമൻ അവന്റെ കയ്യിൽ നിന്ന് ഡ്രിങ്ക് യൂസ് ചെയ്ത് അവരുടെ ഗോൾഡ് ബ്ലെസ്സിംഗ് റിമൂവ് ചെയ്ത് കളയുന്നു. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കും, നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാൻ രണ്ട് ഹീറോസും കഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഗോഡസിന്റെ ബ്ലെസ്സിംഗ് ഞാനങ്ങ് റിമൂവ് ചെയ്തു, ഇനി നീയൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം എന്നാ ഡീമൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നൈറ്റ് ഫൈറ്റ് ചെയ്തത് എനിക്ക് ഇമോർട്ടാലിറ്റി കാണത്തില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് പണിയാവുമല്ലോ, ഈ ഫൈറ്റ് നമുക്കാണ് ഡിസഡ്വാൻറ്റേജ് ഉള്ളത്, നമ്മളെ കൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് തോന്നില്ല, നമുക്ക് എത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ അവന്റെ ടീമോട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അത്രയും സോൾജേഴ്സിന്റെ സാക്രിഫൈസ് ഞാൻ വെറുതെ ഒക്കെ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് ഹിബിക്കോ അവരുടെ ടീം മാത്രം അവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. കുഴപ്പമില്ല, നിനക്ക് നല്ല ധൈര്യമുണ്ട്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ നീ വാ, നീ എന്നെ വന്ന് അറ്റാക്കി എന്ന് പറഞ്ഞ ഡീമൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു. പിന്നെ കളിക്കുന്ന ഗോഡസിനെയാണ്. ഈ രണ്ട് ഹീറോസിനെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഗോഡസ് നോക്കുമ്പോഴാണ് ടെലിപ്പോർട്ടേഷൻ സർക്കിൾ യൂസ് ചെയ്യാൻ പോണ ഹീറോനെ കാണുന്നത്. ഓ ഈ വേസ്റ്റ് ഉണ്ടല്ലേ, എന്തായാലും നന്നായി, എന്റെ രണ്ട് ഹീറോസിനെ രക്ഷിക്കാൻ വേണ്ടി ഈ വേസ്റ്റിനെ യൂസ് ചെയ്യണമെന്ന് തോന്നുന്നത്, ഇവനെ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഉപകാരം ഉണ്ടാകട്ടെ എന്നാ ഗോഡസ് വിചാരിക്കുന്നു. രാവിലെ
രാവിലെ വരെ നീയൊക്കെ ഫൈറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നാ ഡീമൻ പറയുന്നു. ഹിബിക്കിയോ പോലെ ടീമും ആ ഡീമന്റെ നല്ല രീതിക്ക് അടിമേടിക്കുന്നു. ഈ മോൺസ്റ്റർ ഞങ്ങളെ കൊണ്ട് ജയിക്കാൻ പറ്റുന്ന തോന്നുന്നു, ഇത് നല്ല രീതിക്ക് പവർഫുള്ളാ എന്ന് ഹിബിക്കി ആലോചിക്കുന്നു. പെട്ടെന്ന് ആ ഫൈറ്റ് നടക്കുന്നതോട് ഗോഡ്സിന്റെ ലൈറ്റ് വരുന്നു. ഇത് ഗോഡ്സിന്റെ ലൈറ്റ് അല്ലേ എന്ന് പറയാൻ എല്ലാവരും അങ്ങോട്ട് നോക്കുന്നു. ഗോഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരോ വെച്ചിട്ടുണ്ട്, എല്ലാവരും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യും എന്ന് പറയാൻ ഹിബിക്കി അവളുടെ ടീമിനോട് പറയുന്നു. പിന്നെ അറിയാലോ ഫസ്റ്റ് സീസണിന്റെ ലാസ്റ്റ് എപ്പിസോഡ് ഹീറോയും സോഫിയും കൂടെയുള്ള ഫൈറ്റ്. ആ ഫൈറ്റ് നടക്കുമ്പോൾ ഇവിടെ നടക്കുന്നതാണ് കാണിക്കുന്നത്. ഹാസിക്കോളുടെ മാജിക് യൂസ് ചെയ്ത് എല്ലാവരും ഹീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ ഹിബിക്ക് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഡീമനിലൂടെ തോപ്പിക്കാൻ വേണ്ടി ഹീറോനെ നമുക്ക് ആവശ്യമുണ്ട്, ഇതല്ലാതെ നമുക്ക് വേറൊരു വഴിയുമില്ല എന്ന് ടീമിലുള്ള ഒരുത്തണ്ടൊക്കെ നെബർ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവൻ വിഷമിക്കുന്നു. ഇതെന്താ നബർ ഫൈറ്റ് ചെയ്ത് ഓടിപ്പോയത് എന്ന് ഹിബിക്ക് നോക്കുന്നു. അവൻ അവളുടെ സോളിൽ എന്തോ സ്പെൽ ഇടുന്നു, ഒരു ക്രിസ്റ്റൽ അവളിലേക്ക് കൊടുക്കുന്നു. പെട്ടെന്ന് അവൾ ആ ക്രിസ്റ്റലിന്റെ പവർ യൂസ് ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ അവൻ ശരിക്കും സങ്കടപ്പെടുന്നു. നബർ പെട്ടെന്ന് നല്ല രീതിക്ക് സ്ട്രോങ് ആവുന്നു. ഇത്ര നല്ല സ്പെല്ലുണ്ടെങ്കിൽ എന്താ നേരത്തെ ഇടാഞ്ഞേ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കുന്നു. നെബറിന്റെ അറ്റാക്ക് ആ ഡീമനെ നല്ല രീതിക്ക് അഫക്ട് ആകുന്നു. ഇപ്പൊ ആ ഡീമൻ പതിയാണ് റീജനറേറ്റ് ആവുന്നത്. ആ അറ്റാക്ക് ഉള്ളായിരുന്നു എന്ന് ഹിബിക്ക് പറയുന്നു. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയല്ലേ കാണാൻ പോണേ എന്ന് നബർ പറയുന്നു. ഇവള് യൂസ് ചെയ്തിരിക്കുന്ന റോസൈനാണ് എന്ന് പറഞ്ഞാൽ ഷോക്ക് ആവുന്നു. ഇത് കാണുമ്പോൾ അവളുടെ ടീമിലുള്ള എല്ലാവരും സങ്കടപ്പെടുന്നു. നബർ ഇപ്പൊ നല്ല രീതിക്ക് സ്ട്രോങ് ആയി. അവളുടെ ഡീമന്റെ കൈ വെട്ടിക്കളയുന്നു. അതുപോലെ ആ ഡീമൻ അറ്റാക്ക് ചെയ്യുന്ന അവൾ ഈസിയായിട്ട് തന്നെ ഡോഡ്ജ് ചെയ്ത് മാറുന്നു. ഡീമൻ ജേർണലിസ്റ്റിൽ ഞാൻ മൂന്നാമതാണെങ്കിലും ഏറ്റവും സ്ട്രോങ് ഞാനാണ് എന്നാ ഡീമൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിന്നെ ഫസ്റ്റ് തോപ്പിക്കുവാണെങ്കിൽ ബാക്കിയുള്ളവരെ പെട്ടെന്ന് തന്നെ തോപ്പിക്കാം എന്ന് പറഞ്ഞ നെബർ ആ ഡീമനെ പോയി അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് ആ ഡീമൻ അവന്റെ ഒറിജിനൽ ഫോമിലോട്ട് മാറുന്നു. നിനക്കൊന്നും അത്ര എളുപ്പത്തിലൊന്നും തന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഡീമൻ അവന്റെ ഫുൾ പവറിൽ നിൽക്കുന്നു. എടാ നീ നിന്റെ വുഡ് മാജിക് യൂസ് ചെയ്ത് ഇവിടെയുള്ള എല്ലാവരും വേഗം കൊണ്ടുപോകും എന്ന് നമ്പർ ടീമിലുള്ള ഒരു മെജീഷ്യനൊക്കെ പറയുന്നു. ഹിബിക്കിയെ മറ്റുള്ളവരെയും അവന്റെ മാജിക് യൂസ് ചെയ്ത് അവൻ അടുത്തോട്ട് കൊണ്ടുവരുന്നു. ഇതെന്താ നമ്പർ തരാതെ എന്ന് ഹിബിക്ക് നോക്കുന്നു. ഞാൻ ഈ ഡീമന്റെ ആയിരുന്നു നോക്കിക്കോളാം, നിങ്ങളോട് രക്ഷപ്പെട്ടു നോക്കൂ എന്ന് പറഞ്ഞ നമ്പർ ചിരിക്കുന്നു. ഇല്ല, ഞാൻ നമ്പറിനെ സാക്രിഫൈസ് സമ്മതിക്കത്തില്ല, എനിക്ക് അവളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ ഹിബിക്ക് അറിയുന്നു. അവൾ ആ റോസ് സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തു. ആ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ തന്നെ അവൾ മരിച്ചു. ആ സ്പെല്ല് യൂസ് ചെയ്ത സ്ട്രോങ് ആയിട്ട് മാറാം, എന്നാൽ അതിന് പകരത്തിന് കൊടുക്കേണ്ടത് നമ്മുടെ ജീവനാണ് എന്ന് അവളുടെ ടീമിലുള്ള ഒരുത്തൻ പറയുന്നു. എന്തായാലും ഞാൻ ചാവാൻ പോവാ, ഞാൻ ചത്താലും നിന്നെയും കൊണ്ടേ ഞാൻ പോകത്തുള്ള, വാ നമുക്കൊരു കൈ നോക്കാം എന്ന് പറഞ്ഞ നബർ ആ ഡീമനെ പോയി അറ്റാക്ക് ചെയ്യുന്നു. അവളുടെ സോഡ ആ ഡീമന്റെ കയ്യിലോട്ട് കുത്തി ഇറക്കുന്നു. എന്നിട്ട് ആ ഡീമന്റെ കൈ അവൾ മുറുക്കി പിടിക്കുന്നു. ചാവട നായെ എന്ന് പറഞ്ഞ അവളുടെ കൂടെ മൊത്തം ഡീമിനെയും കത്തിച്ച് കളയുന്നു. ഹിബിക്ക് നീ സേഫ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ അവൾ മരിച്ചു പോകുന്നു. നബർ മരിച്ചുപോയ കാര്യം ഹിബിക്ക് മനസ്സിലാവുന്നു. അവൾ എനിക്ക് വേണ്ടിയാണ് സാക്രിഫൈസ് ചെയ്തത്, ഇതിനെല്ലാം കാരണം ഞാനാണ് എന്ന് പറഞ്ഞ ഹിബിക്ക് സങ്കടപ്പെടുന്നു. പിന്നെ കാണിക്കുന്ന ഓടിപ്പോയ ഹീറോനെയാണ്. നീ ജീവനോടെങ്കിലേ ബാക്കിയുള്ള ഹ്യൂമൻസിലേക്ക് രക്ഷിക്കാൻ പറ്റൂ, നീ നല്ല കാര്യം ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞ ലില്ലി അവനെ സമാധാനിപ്പിക്കുന്നു. എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ കാണും, ഒന്നുകൂടെ നീ വിഷമിക്കണ്ട എന്ന് ലില്ലി പറയുന്നു. പിന്നെ കാണിക്കുന്ന ആ ഡീമൻസിന്റെ സ്ഥലമാണ്. റെസ്റ്റ് എടുത്തേക്ക് മതി, എണീക്കടാ നീ എന്ന് റോണ വന്ന് പറയുന്നു. ഞാൻ മരിച്ചെന്ന് വിചാരിച്ചു, അത്ര പെട്ടെന്നൊന്നും ഞാൻ ചാവില്ലടാ എന്ന് പറഞ്ഞാൽ ഡീമൺ റീജനറേറ്റ് ആവുന്നു. ഹ്യൂമൻസിന്റെ സൈഡ് ഇത്രയും പവർഫുൾ ആളുകൾ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്തായാലും ആ ഫൈറ്റ് ഉള്ളായിരുന്നു എന്നാ ഡീമൺ പറയുന്നു. പിന്നെ കഴിക്കാൻ നമ്മുടെ ഹീറോനെയാണ്. സോഫിയുടെ അറ്റാക്കിൽ ഹീറോയുടെ 2 വിരൽ പോയി, അതുകൊണ്ട് ഹീറോനെ ടോമയും മിയും കൂടെ ഹീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. മിയ നീ കൂടുതലായിട്ട് ഹീലിംഗ് പവർ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്, നിനക്കൊല്ലം പറ്റിയാലോ, എനിക്കെന്ത് പറ്റില്ല, എനിക്കൊരു കുഴപ്പമില്ല, എന്റെ എങ് മാസ്റ്ററിനൊന്നും പറ്റരുത് എന്ന് പറഞ്ഞ മിയയും ടോമയും കൂടെ ഹീൽ ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് പ്രസന്റ് ഹീറോനെയാണ്. ഹീറോ ഇപ്പൊ അക്കാഡമി നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ കുറച്ച് നാളായാലും നമ്മൾ എപ്പോ എത്തും എന്ന് ഷീക്കി ചോദിക്കുന്നു. അതൊക്കെ എത്തോടെ നീ വെയിറ്റ് എന്ന് ഹീറോ പറയുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ നടക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നത് എനിക്ക് അറിയത്തില്ല. ഈ വീഡിയോക്ക് 10-15 കോപ്പിറൈറ്റ് ഇട്ടിട്ടുണ്ട്. ഞാനിത് വീണ്ടും റീ എഡിറ്റ് ചെയ്തിട്ടിരുന്നതാണ്. നല്ല രീതിക്ക് ഡിലേ ആണെന്നറിയാൻ, ബട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വീഡിയോ നല്ലൊരു മാക്സിമം ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.